ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു പാവ് ഭാജിയാണ്. ഞാൻ ആദ്യം തൊട്ട് എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ മറന്നുപോയി കേട്ടോ. ആദ്യം അറിയാലോ പച്ചക്കറി എല്ലാം കൂടെ വേവിച്ച്, അതായത് കോളിഫ്ലവർ, പൊട്ടറ്റോ, ബീൻസ്, ക്യാരറ്റ്, ബീട്രൂട്ട്, ഇത്രയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് കുക്കറിൽ നന്നായിട്ട് വേവിക്കുക. വേവിച്ചതിന് ശേഷം അത് മാറ്റി വെച്ച് ഉള്ളി വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളിയും കൂടി അരച്ച പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞ് നമ്മുടെ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന അത് നന്നായിട്ട് ഉടച്ച് ഇതിലേക്ക് യോജിപ്പിക്കുക. അതായത് ഉള്ളിയൊക്കെ വഴറ്റിയില്ല, നമ്മൾ ചെറുതായിട്ട് അരിയണം കേട്ടോ, വളരെ ചെറുതായിട്ട് അരിഞ്ഞ്. അതായത് ഇതുപോലെ കുനാന്നരിഞ്ഞ ഉള്ളി വേണം കേട്ടോ. ബട്ടർ ഇട്ടിട്ട് വേണം ഉള്ളി വഴറ്റാനായിട്ട്. ഉള്ളി വഴറ്റിയിട്ട് പിന്നെ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പാവ് ഭാജി മസാല, എവറസ്റ്റ് പാവ് ഭാജി മസാല, അതാണ് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് എവറസ്റ്റ് പാവ് ഭാജി മസാല, അതാണ് ഏറ്റവും നല്ലത്. അതിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കും. അത് 3-4 പ്രാവശ്യം ഇട്ട് വഴറ്റി. അതുപോലെ ബട്ടറും ഇടയ്ക്ക് കുറച്ച് ബട്ടർ, കുറച്ച് പാവ് ഭാജി മസാല അതിട്ട് വഴറ്റി. അങ്ങനെ കുറച്ച് വെള്ളം ഉണ്ടാവരുത്. വേവിച്ചതിലുള്ള വെള്ളം അത് ഇങ്ങനെ പൊട്ടി അതായത് കയ്യിൽ വീഴും കേട്ടോ, സൂക്ഷിക്കണേ. ഇങ്ങനെ ബബിൾസ് വരുമ്പോഴത്തേക്ക് അതിങ്ങനെ തെറിക്കും, അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് വീഴും. അപ്പോൾ കുറച്ച് വേദനയൊക്കെ എടുക്കും, അല്ല വലിയ കുഴപ്പമൊന്നുമില്ല. അതായത് ടേസ്റ്റായിട്ടുള്ള പാവ് ഭാജി നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഇത്തിരി ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക, മല്ലിയില ഇട്ട് കൊടുക്കുക. ഇത് ഫൈനൽ ടച്ചാണ്. കുറച്ച് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ മല്ലിയില കുഞ്ഞതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. ഓൾറെഡി നമ്മൾ ആ വഴറ്റുന്ന സമയത്ത് ഇട്ടിട്ടുണ്ട്. അതിലൂടെ വീണ്ടും ഇട്ടു. എന്നിട്ട് ബട്ടർ ഇടുക, വഴറ്റുക. അതിന് ശേഷം നമുക്ക് ആവശ്യക്കാർക്ക് വേണ്ടപ്പോൾ കുറച്ച് ഉള്ളിയിട്ട് മല്ലിയിലയിട്ട് നാരങ്ങ നീര് ഒഴിച്ച് ബട്ടറും ഇട്ടിട്ട് എടുക്കുക. പാവ് ഇത് ഇവിടെ പ്രത്യേക തരത്തിലുള്ള നമ്മുടെ നാട്ടിലെ പോലെ ബണ്ണല്ല കേട്ടോ, പാവെന്ന് പറഞ്ഞിട്ട് തന്നെ കിട്ടും. അത് കട്ട് ചെയ്ത് തന്നെ കിട്ടുന്ന പാക്കറ്റാണ്. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് തന്നെ കിട്ടും. നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ഷേപ്പ് ഒന്ന് മാറില്ല ഇടുക. ഇനി ഇങ്ങനെ കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഇതിങ്ങനെ ഇത് പൊട്ടിപ്പോയി, കുഴപ്പമില്ല. ഇത് അടുത്ത പീസ് ഇതിട്ട് നന്നായിട്ട് ബട്ടറിൽ ചൂടാക്കി എടുക്കുക. അത്ര മൊരിയൊന്നും വേണ്ട, ഒന്ന് സിമ്പിളായിട്ട് ചൂടായാൽ മതി. അങ്ങനെ ചൂടാക്കി ഇത് കുറച്ച് പാവ് പൊരിച്ചത് വെച്ച് അതിന് ശേഷം കുറച്ച് ഉള്ളി, ഒരു നാരങ്ങ നീര്, കുറച്ച് മല്ലിയില ഇടുക, വയ്ക്കുക. അത് ആവശ്യത്തിന് നമുക്ക് ഭാജി ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇടാനുള്ളതാണ്. കുറച്ച് ഭാജിയുടെ മുകളിൽ കുറച്ച് ബട്ടർ വയ്ക്കുക. എന്നിട്ട് ഇത് ആവശ്യത്തിന് ഉള്ളിയും മല്ലിയിലയും ഇട്ട് നാരങ്ങാനീരും പിഴിഞ്ഞ് വേണമെങ്കിലാക്കി ഇങ്ങനെയാണ് നമ്മൾ പാവ് ഭാജി കഴിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ പാവ് ഭാജി. അതായത് ബോംബെയിലും ഉണ്ട്, അഹമ്മദാബാദിലും ഒക്കെ മെയിനാണ് പാവ് ഭാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെയുള്ളവർക്ക് ഭയങ്കര ടേസ്റ്റുള്ളതാണ്.